ഇത്തവണ വിദ്യാർത്ഥികളുടെ ഒരു വലിയ പങ്കാളിത്തം ഇതിൽ ഉണ്ടായിരുന്നു. കോളയാട് സെന്റ് കോർണേലിയൂസ് സ്കൂളിനും ഇത് അഭിമാന നേട്ടമാണ്. 10 വിദ്യാർത്ഥികളാണ് ഈ ദൗത്യത്തിന്റെ. അവർ മാത്രമല്ല, ഇത് കഴിഞ്ഞ് നമുക്ക് കൊടുങ്ങല്ലൂർ അടുത്ത് പോകണം. അഴീക്കോട്ടെ KMCD മെമ്മോറിയലിലെ വിദ്യാർത്ഥികളും ഇതിന്റെ ഭാഗമായി. അപ്പോ ഇവരുടെ ഈ എഡ്യൂസാറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാവുന്ന ആസാദി സാറ്റിന്റെ വിശേഷങ്ങൾ ഒന്ന് കണ്ടുവരാം. കോളയാട് സെന്റ് കോർണേലിയൂസ് സ്കൂളിലെ തൃഷ വിനോദ്, സജ ഫാത്തിമ, കൃഷ്ണേന്ദു, ശ്രേയ മരിയ സുനിൽ, ശ്രിയ ശരൺ, നിയാപ്പി ദിനേശ്, തീർത്ഥ പ്രശാന്ത്, ടി നിരഞ്ജന, ബി സ്വാതിക, നിയ എം നമ്പ്യാർ എന്നീ വിദ്യാർത്ഥിനികളാണ് ദൌത്യത്തിന്റെ ഭാഗമായത്. ഉപഗ്രഹ രൂപകൽപ്പനയിൽ അന്തരീക്ഷ താപനിലയും രോഗവും അളക്കാനാകുന്ന രീതിയിൽ ചിപ്പ് പ്രോഗ്രാമാണ് വിദ്യാർത്ഥിനികൾ വികസിപ്പിച്ചത്. വിക്ഷേപിച്ച 3 ഉപഗ്രഹങ്ങളിൽ ഒന്ന് 75 സ്കൂളുകളിൽ നിന്നുള്ള 750 പെൺകുട്ടികളുടെ കൂട്ടായ്മയിലാണ് നിർമ്മിച്ചത്. ഞങ്ങൾ 10 പേര് കൂടിയാണ് ഈ ആസാദി സാറ്റലൈറ്റിന്റെ ഭാഗമായത്. ഇത് ഞങ്ങളെ കോഡിങ്ങും മറ്റു സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ട് സഹായിച്ചത് ജോമത് സാർ, മുദിൻ സാർ, റോയിവാഷ് എന്നിവരൊക്കെയാണ്. ഞങ്ങൾ ചെയ്തത് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സിപ്പാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ട ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്ക് സ്കൈൻ്റെ ടീം തന്നിട്ട് ആ ട്രെയിനിങ്ങിനും ഇൻസ്ട്രക്ഷൻസിനും അനുസരിച്ച് ഞങ്ങൾ ചെയ്യുകയാണ് ചെയ്തത്. ചെന്നൈ ആസ്ഥാനമായ സ്പേസ് കിഡ്സ് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഈ പദ്ധതിയിൽ കോർണേലിയസ് സ്കൂളിനും ഭാഗമാകാൻ സാധിച്ചത്. ഇതിന്റെ ആദ്യഘട്ട വിക്ഷേപണം പരാജയപ്പെട്ടപ്പോൾ തന്നെ ഏതാണ്ട് 4 മാസത്തിനുള്ളിൽ പുതിയ ഉപഗ്രഹ വിക്ഷേപണം ഉണ്ടാകുമെന്ന് അന്ന് തന്നെ CEO നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചിപ്പ് നമുക്ക് അയച്ചു തരികയും ആ ചിപ്പിൽ പ്രോഗ്രാമിംഗ് നടത്തി കുട്ടികൾ അത് തിരിച്ച് സ്പേസ് കിഡ്സിൻ്റെ ഒക്കെ അയച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആണ് നമുക്ക് ഈ ഒരു അവസരം ലഭിച്ചത്. ഏതായാലും വളരെയധികം സന്തോഷമുണ്ട്. കേരളത്തിൽ നിന്നും കൊടുങ്ങല്ലൂർ, അഴീക്കോട് KMCD മെമ്മോറിയലിലെ വിദ്യാർത്ഥികളും ദൌത്യത്തിന്റെ ഭാഗമായി. ന്യൂസ് 18 കണ്ണൂർ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഉള്ളത് തൃശൂർ പേരാമംഗലം തെച്ചിക്കോട്ട് കാവിലാണ്. അവിടെ ദാസപ്പന്റെ കുളി കഴിഞ്ഞു. ഇനി ചൗപ്പീസ് കുട്ടിശങ്കരന്റെ കുളിയാണ്. കുളിപ്പിക്കാൻ തയ്യാറായിട്ട് ചൗപ്പീസ് കുട്ടിശങ്കരനും കുട്ടിശങ്കരന്റെ പാപ്പാൻ ഉണ്ണിയും ഇവിടെ എത്തിയിട്ടുണ്ട്. തീർന്നിട്ടില്ല തെച്ചിക്കോട്ട് കാവിൽ നിന്നുള്ള പൂര വിശേഷങ്ങൾ, പൂര കാഴ്ചകൾ ഇന്ന് മുഴുവൻ ഉണ്ടാകും ന്യൂസ് 18 കേരളത്തിൽ. ഏതായാലും തൽക്കാലം പൂരപ്പറമ്പിൽ നിന്ന് ഒരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം പൂരക്കാഴ്ചകളിലേക്കും മറ്റ് പ്രധാന വാർത്തകളിലേക്കും പ്രഭാത കേരളം മടങ്ങിയെത്തും. വണ്ടി അങ്ങോട്ട് വെച്ചാൽ ഞാൻ ആ സ്ഥലം എടുത്ത് പോലും കൊണ്ടിരുന്നു.